നമസ്കാരം. കെട്ടിട നിർമ്മാണ സംബന്ധമായ അറിവുകൾ ഷെയർ ചെയ്യുന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ രാജേഷ് മല്ലർക്കണ്ടി. ഇന്നത്തെ വിഷയം ഒരു വീട് നിർമ്മിക്കാൻ സ്ക്വയർ ഫീറ്റ് റേറ്റ് എത്രയാണ് എന്നതാണ്. പലരും ഫോൺ ചെയ്തിട്ടും വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിട്ടും അതുപോലെ തന്നെ അവരുടെ പ്ലാന് വാട്സപ്പിൽ അയച്ചു തന്നിട്ടുമെല്ലാം ചോദിക്കാറുണ്ട്, ഈ വീടിന് എത്ര പൈസയാകും, ഇത് സ്ക്വയർ ഫീറ്റിന് എത്ര റേറ്റിന് തീരും എന്നെല്ലാം ഇവർ ചോദിക്കാറുണ്ട്. ചിലർ ഫോണിൽ സ്ക്വയർ ഫീറ്റ് പോലും ഉണ്ടാകില്ല, 2 ബെഡ്റൂം വീട് ഞാൻ ചെയ്യുന്നു, അതിന് എത്ര പൈസയാകും എന്നൊക്കെയാണ് ഇവർ ചോദിക്കുന്നത്. ഇവരുടെ പ്ലാന് പോലും കാണാതെ ഇവർക്ക് 2 ബെഡ്റൂം ഉണ്ട്, സിറ്റ് ഔട്ട് ഉണ്ട്, ലിവിങ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരിക്കലും മനസ്സിലാകില്ല ഇതിന് എത്ര പൈസയാകുമെന്ന്. അത് അവർക്ക് അറിയില്ല, കാരണം അവരുടെ അറിവില്ലായ്മയാണ്. അതുകൊണ്ടാണ് അവർ അങ്ങനെ ചോദിക്കുന്നത്. എന്നാൽ പ്ലാൻ കണ്ടാലും നമുക്കത് മനസ്സിലാകില്ല. കാരണം ഒരു ബേസിക് പ്ലാൻ വെച്ചുകൊണ്ട് ഈ വീടിന് എത്ര പണം ആകും, സ്ക്വയർ ഫീറ്റിന് എത്രയാകും എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ചില ക്ലയൻസ് പോലും അവരുടെ ബേസിക് പ്ലാൻ ചെയ്ത് കഴിഞ്ഞ സമയത്ത് ചോദിക്കാറുണ്ട്, ഈ വീടിന് സ്ക്വയർ ഫീറ്റിന് എത്ര രൂപയാകുമെന്ന്. ഇതിനെക്കുറിച്ചെല്ലാമാണ് ഇന്നത്തെ വീഡിയോ. ചിലരെല്ലാം സ്ക്വയർ ഫീറ്റ് റേറ്റ് പറയാറുണ്ട്. ഓരോ ജില്ലയിലും ഓരോ റേറ്റ് ആയിരിക്കും. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ 1000 രൂപ മുതൽ 1200 രൂപ വരെ സ്ട്രക്ചറൽ റേറ്റ് ഉണ്ട്. അതായത് ഒരു സ്ക്വയർ ഫീറ്റ് ചെയ്യാൻ സ്ട്രക്ചറിന് ഇത്ര റേറ്റ് വാങ്ങുന്നുണ്ട്. ഇത് ഈ വീടിൻ്റെ സ്ട്രക്ചറൽ വർക്കും പ്ലാസ്റ്ററിങ്ങും ഉൾപ്പെടെയുള്ള ഒരു റേറ്റ് ആണെന്ന് കരുതുക. എന്നാൽ കാസർഗോഡോ കണ്ണൂരോ ചോദിക്കുന്ന സമയത്ത് സ്ക്വയർ ഫീറ്റ് റേറ്റ് വ്യത്യാസമുണ്ടാകും. അവിടുത്തെ റേറ്റാണ് അവിടെ പറയുക. അതുപോലെ തന്നെ തെക്കൻ ജില്ലയിലൊക്കെ റേറ്റ് പറയുന്നത് ഈ റേറ്റ് ആയിരിക്കില്ല, മറ്റൊരു റേറ്റ് ആയിരിക്കും. ഇങ്ങനെ പല റേറ്റ് ആവുന്നതിൻ്റെ കാരണം അവിടുത്തെ മെറ്റീരിയൽ റേറ്റും അതല്ലെങ്കിൽ ലേബർ റേറ്റും എല്ലാം വ്യത്യാസമുള്ളത് കൊണ്ടാണ്. ഇങ്ങനെ ഓരോ ജില്ലയിലും ഓരോ കൺസ്ട്രക്ഷൻ രീതിയാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ റേറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇങ്ങനെ നമുക്ക് ഒരിക്കലും എല്ലാ സ്ഥലത്തും ഒരുപോലെ ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റ് പറയാൻ സാധിക്കില്ല. അതുമാത്രമല്ല, ഇങ്ങനെ ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റ് പറയുന്നത് തന്നെ തെറ്റാണ് എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു റേറ്റ് ഒന്നുമില്ല. നമ്മുടെ വീടിൻ്റെ കൺസ്ട്രക്ഷൻ ഏത് രീതിയിലായിരിക്കുമോ അതിനനുസരിച്ചാണ് റേറ്റ് മാറുന്നത്. നിങ്ങളുണ്ടാക്കുന്ന വീട് എത്ര വലിയ വീടാണ്, അതല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലുള്ള കൺസ്ട്രക്ഷൻ സൂപ്പർ സ്ട്രക്ചർ വാൾസ് ആണ് ഉള്ളത്, അതല്ലെങ്കിൽ എത്ര ബീംസുകളുണ്ട്, അതല്ലെങ്കിൽ ഇതിൻ്റെ ഫൗണ്ടേഷൻ എന്താണ്, കോളം സ്ട്രക്ചർ ആണോ, സാധാരണ RR ഫൗണ്ടേഷൻസ് ആണോ, അതല്ലെങ്കിൽ പൈൽ ഫൗണ്ടേഷൻ ആണോ, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ അനുസരിച്ചിട്ട് ഇതിൻ്റെ റേറ്റ് മാറിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ നിർമ്മിക്കുന്ന വീടിൻ്റെ സൂപ്പർ സ്ട്രക്ചർ വാൾസ് അത് ലാറ്ററൈറ്റിലാണെങ്കിൽ ഒരു റേറ്റാണ്. ഇനി കോളം സ്ട്രക്ചർ ചെയ്തിട്ട് അതിന് ഇടയിൽ പാർട്ടീഷൻ വാൾസ് ആണ് ചെയ്യുന്നതെങ്കിൽ വേറെ ഒരു റേറ്റാണ്. ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും ഈ കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത് റേറ്റിൽ വ്യത്യാസമുണ്ടാകും. അതുപോലെ തന്നെ ഒരു ഫ്ലാറ്റ് റൂഫ് കൺസ്ട്രക്ട് ചെയ്യാനുള്ള റേറ്റ് അല്ല സ്ലോപ്പ് റൂഫ് ചെയ്യുന്ന റേറ്റിൽ നല്ല വ്യത്യാസങ്ങളുണ്ടാകും. അതുകൊണ്ട് തന്നെ ഏത് രീതിയിലാണ് ഇതിൻ്റെ സ്ട്രക്ചർ എന്നതുകൂടി ആശ്രയിച്ചാണ് ഒരു വീടിൻ്റെ റേറ്റ് നിശ്ചയിക്കേണ്ടത്. ഇത് സ്ട്രക്ചർ ചെയ്യുന്ന സമയത്ത് തന്നെ വളരെ വ്യത്യാസമുണ്ടാകും. ഒരു സ്ട്രക്ചറൽ വർക്ക് എടുക്കുന്ന ഒരു കോൺട്രാക്ടർക്ക് ഒരിക്കലും സ്ക്വയർ ഫീറ്റ് പറഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ ആ പറഞ്ഞ റേറ്റിന് ചിലപ്പോൾ തീർക്കാൻ പറ്റിയെന്ന് വരില്ല. ചില ക്ലയൻസൊക്കെ ഡിസൈനേഴ്സ് പോലും അറിയാതെ ആ പ്ലാന്, അവരുടെ വീടിൻ്റെ പ്ലാന് എന്താണെന്ന് പോലും അറിയാതെ അതിന് മുൻപ് അവരുടെ നാട്ടിലുള്ള ഒരു കോൺട്രാക്ടറെ കൊണ്ട് സ്ക്വയർ ഫീറ്റ് റേറ്റ് ഒക്കെ എടുത്തിട്ടുണ്ടാകും. ഇനി പ്ലാൻ കണ്ടെന്ന് കരുതുക, പ്ലാൻ കിട്ടിയതിന് ശേഷവും ബേസിക് ലേഔട്ടുള്ള ഒരു പ്ലാൻ കിട്ടിയതിന് ശേഷവും ഇവർ സ്ക്വയർ ഫീറ്റ് റേറ്റ് ഒക്കെ വാങ്ങും. അതിനുശേഷം ആ കോൺട്രാക്ടർ ഇത്ര രൂപയ്ക്ക് അത് തീർത്ത് തരാമെന്നെല്ലാം പറയും. അതിനുശേഷം ഈ ഡിസൈനർ കൂടുതൽ ഡീറ്റെയിലിംഗ് കൊടുക്കും. അതായത് ആ വീടിന് ഒരുപാട് ഡീറ്റെയിലിങ്ങുകൾ ഉണ്ടാകും. അതിൻ്റെ ചിലപ്പോൾ വലിയ സ്പാനുള്ള ബീംസ് എല്ലാം ഉണ്ടാകും, വലിയ കോളംസ് ഉണ്ടാകും. ചില സമയം അതിൻ്റെ സ്ട്രക്ചർ കമ്പിയുടെ ഡീറ്റെയിലൊക്കെ വളരെ കൂടുതലായിരിക്കും. കാരണം റൂം സൈസ് ഒക്കെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കമ്പിയിൽ വ്യത്യാസമുണ്ടാകും. ചിലപ്പോൾ 8 mm ഇടുന്ന കമ്പിക്ക് പകരം 10 mm കമ്പി ഉണ്ടാകും. അതല്ലെങ്കിൽ 4 ഇഞ്ച് സ്ലാബിന് പകരം 11-12 സെൻറ്റിമീറ്ററുള്ള ചിലപ്പോൾ സ്ലാബ് വേണ്ടി വന്നേക്കാം. അതൊക്കെ ഈ റൂമിൻ്റെ വലിപ്പം അനുസരിച്ച് വ്യത്യാസമുണ്ടാകും. ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഈ മുൻപ് കോൺട്രാക്ട് റേറ്റ് പറഞ്ഞ് കോൺട്രാക്ട് വർക്ക് എടുത്തിരിക്കുന്ന ഈ കോൺട്രാക്ടർ ആകെ പ്രശ്നമാകും. കാരണം അദ്ദേഹം വിചാരിച്ചിരിക്കുന്ന വീടിന് ഒരു സ്ട്രക്ചർ ചെയ്യാൻ അദ്ദേഹത്തിന്
സിവിൽ വർക്കും പ്ലാസ്റ്ററിങ്ങും കൂടി ഒരു 20 ലക്ഷമാണ് അദ്ദേഹം കണ്ടതെങ്കിൽ ഇങ്ങനെ വരുന്ന സമയത്ത് ചിലപ്പോൾ 22, 23, 24 ലക്ഷം രൂപയുടെയൊക്കെ വർക്ക് അവിടെ ഉണ്ടാകാം. ഇങ്ങനെ വരുന്ന സമയത്ത് ഇതിലൊരു വ്യത്യാസം വരുമ്പോൾ തന്നെ ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം മാറും. കാരണം ഇദ്ദേഹം പറയും, ഞാൻ ഇങ്ങനെയല്ല വിചാരിച്ചത്, ഈ ഡിസൈനർ തരുന്ന ഓരോ റൂമിൻ്റെയും കമ്പിയെല്ലാം ബോത്ത് വേ ക്രാങ്ക് ആണ്, എന്നാൽ ഇവിടെ ഇത്രയൊന്നും കമ്പി നമുക്ക് ചിലവാകില്ല, ഇവർ വല്ലാതെ കൂട്ടിയിട്ടാണ് കമ്പി തന്നിരിക്കുന്നത്, അതല്ലെങ്കിൽ ബീമിൻ്റെ സൈസ് കൂടുതലാണ്, അതുമല്ലെങ്കിൽ ഈ ബീമിലിട്ടിരിക്കുന്ന കമ്പിയെല്ലാം കൂടുതലാണ്, ഇവർ 20 mm കമ്പി തന്നിരിക്കുന്നു, ഇവിടെ 16 mm കമ്പിയല്ലേ ആവശ്യമുള്ളൂ. ഇങ്ങനെ പല പ്രശ്നങ്ങളും ഈ കോൺട്രാക്ടർ പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് ആ വീടിൻ്റെ ഡീറ്റെയിലിങ്ങുകളൊന്നും കൂടുതൽ എന്തൊക്കെ വരുന്നുണ്ട് എന്ന് അറിയാതെ കോൺട്രാക്ടർ പറയുന്ന ഒരു കാര്യമാണ്. ഇത് കേട്ടിട്ട് ക്ലയൻറ്റും ആകെ പ്രശ്നമാകും. കാരണം ഈ ഡിസൈനർ എന്താണ് ഇങ്ങനെ കൊടുക്കുന്നത്, കോൺട്രാക്ടർ ഇങ്ങനെയാണല്ലോ പറയുന്നത്, അവരെന്താണ് കൂടുതൽ കമ്പി ഇട്ടോ ഈ വീടിന് എന്നൊക്കെ ഇവർക്കും തോന്നും. എന്നാൽ അങ്ങനെയല്ല, ഈ കോൺട്രാക്ടർക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാത്തത് കൊണ്ടും ഡിസൈനർ വ്യക്തമായി എന്തൊക്കെ ഉണ്ട് എന്ന് അറിഞ്ഞ് സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സിൻ്റെ അടുത്ത് ഡിസൈൻ വാങ്ങി ചെയ്യുന്നത് കൊണ്ടും ഈ കോൺട്രാക്ടർ ആദ്യം തന്നെ ഒരു റേറ്റ് ഇട്ട് പോയത് കൊണ്ടും ഈ 3 പേരെയും കൂടി കൂട്ടി യോജിപ്പിക്കാൻ വല്ലാതെ ബുദ്ധിമുട്ടും. കാരണം ഓരോരുത്തരും അവരുടെ സ്റ്റാൻഡിൽ നിൽക്കും. ഇതിനിടയിൽ ഈ ക്ലയൻറ്റ് ആകെ പ്രശ്നത്തിലാവും, വിഷമത്തിലാവും. ഈ കോൺട്രാക്ടർ പറയുന്നതൊന്ന്, ഡിസൈനർ പറയുന്നതൊന്ന്, ഇങ്ങനെയുള്ള ആശയക്കുഴപ്പങ്ങളെല്ലാം സംഭവിക്കാറുണ്ട്. ഈ വീട് മൊത്തമായി എടുക്കുന്ന കോൺട്രാക്ടേഴ്സും ഇങ്ങനെ ഒരു റേറ്റ് ഒക്കെ പറയാറുണ്ട്. കാരണം വീട് മുഴുവനായിട്ട് എല്ലാ വർക്കും കഴിഞ്ഞ് താക്കോല് കൊടുക്കുന്ന രീതിയിൽ 2000 രൂപയ്ക്ക് ഫിനിഷ് ചെയ്ത് തരും, അല്ലെങ്കിൽ 1800 രൂപയ്ക്ക് ഫിനിഷ് ചെയ്ത് തരും എന്നൊക്കെ പറഞ്ഞിട്ട് താക്കോല് കൊടുക്കുന്ന ഒരു രീതിയിലെല്ലാം ചില കോൺട്രാക്റ്റുകളുണ്ട്. ഇങ്ങനെ റേറ്റ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് ഒരു ഡിസൈനർ ഉണ്ടെങ്കിൽ തീർച്ചയായും സാധിക്കില്ല. കാരണം ആദ്യം തന്നെ ഒരു പ്ലാന് കണ്ടിട്ട് എന്തൊക്കെ മെറ്റീരിയൽ വേണമെന്ന് തീരുമാനിക്കുന്നത് കോൺട്രാക്ടറാണ്. അയാൾക്ക് 2000 രൂപയ്ക്ക് ലാഭത്തോടു കൂടി തീർക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഒരു റേറ്റാണ്. ക്ലയൻസിന് ഈ വീട്ടിൽ കുറച്ചുകൂടി കൂടുതൽ വില കൂടിയ കാര്യങ്ങളെല്ലാം ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ 2000 രൂപയിൽ നിന്ന് മാറും. ഓരോ സമയത്തും ക്ലയൻസ് പുതിയ പുതിയ കാര്യങ്ങൾ മാർക്കറ്റിൽ കാണുമ്പോൾ ഇങ്ങനെയുള്ള ക്ലോസറ്റ് വെക്കാം, അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള ടൈൽസ് ഉപയോഗിക്കാമെന്ന് ക്ലയൻസ് സജസ്റ്റ് ചെയ്യുന്ന സമയത്തെല്ലാം ഈ കോൺട്രാക്ടർ പറയും, അങ്ങനെയാണെങ്കിൽ റേറ്റിൽ വ്യത്യാസം ഉണ്ടാകും, കൂടുതൽ റേറ്റ് തരണമെന്ന് പറയും. ഇങ്ങനെ ഈ പറഞ്ഞിരിക്കുന്ന റേറ്റ് എല്ലാം മാറിയിട്ട് പുതിയൊരു റേറ്റിലേക്ക് ഇത് മാറും. അപ്പോൾ ഈ ക്ലയൻറ്റിൻ്റെ കാൽക്കുലേഷൻ എല്ലാം തെറ്റും, അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ഭദ്രത എല്ലാം തകിടം മറിയും. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഫിനിഷിംഗ് സമയത്ത് ഏറെ ബുദ്ധിമുട്ടുന്ന ഒരു സ്ഥിതി കൂടി ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ സ്ക്വയർ ഫീറ്റ് റേറ്റ് എന്ന ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഒരു റേറ്റ് ഫിക്സ് ചെയ്തുകൊണ്ട് പ്രോജക്റ്റുമായി മുന്നോട്ട് പോകുകയാണെങ്കിൽ അവസാനം ഈ കൺസ്ട്രക്ഷനൊക്കെ ഒരു താളം തെറ്റുന്ന രീതിയിലെത്തും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ സ്ക്വയർ ഫീറ്റ് റേറ്റ് എന്ന ഒരു കാര്യം നിശ്ചയിക്കാതെ ആ പ്ലാന് എന്താണോ, ആ പ്ലാനിൽ എന്തൊക്കെ ഡിസൈനിങ് വരുന്നുണ്ട്, ആ പ്ലാൻ പ്രകാരം കൺസ്ട്രക്ട് ചെയ്യുന്ന ആ വീടിന് എന്തൊക്കെ മെറ്റീരിയലുകൾ, ഏതൊക്കെ വിലയുടെ മെറ്റീരിയൽ ഉപയോഗിക്കുന്നു, അതല്ലെങ്കിൽ ഏതുതരം ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത് എന്ന ഓരോ കാര്യങ്ങളും ഐറ്റമായിട്ട് അത് മാറ്റി നിർത്തിക്കൊണ്ട് അങ്ങനെ നിങ്ങൾ ഉപയോഗിക്കാൻ സാധ്യതയുള്ള ഓരോ കാര്യങ്ങളും ഒരു ഡിസൈനറോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഇവരുടെ 2 പേരുടെയും തീരുമാനം അറിഞ്ഞതിന് ശേഷം എങ്ങനെയൊക്കെയായിരിക്കും ഈ കൺസ്ട്രക്ഷൻ മുന്നോട്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഒരു റേറ്റ് നിശ്ചയിക്കുക. അങ്ങനെ ഏകദേശം ഒരു സ്ക്വയർ ഫീറ്റിന് ഇത്ര റേറ്റൊക്കെ ഈ വീടിനാവും എന്ന് നമുക്ക് നിശ്ചയിക്കാം. അതല്ലാതെ ആദ്യം തന്നെ പ്ലാൻ പോലും കാണാതെ, പ്ലാനിനെ കുറിച്ച് കൂടുതൽ അറിയാതെ നമ്മളൊരു റേറ്റ്, ഒരു നാട്ടിൽ ഒരു റേറ്റ് എന്ന രീതിയിൽ, ഓരോ ജില്ലയിലും ഓരോ റേറ്റ് എന്ന രീതിയിലൊന്നും നമുക്ക് ഇങ്ങനെ സ്ക്വയർ ഫീറ്റ് റേറ്റിനെ കാണാൻ സാധിക്കില്ല. പലപ്പോഴും പലർക്കും സംഭവിക്കുന്ന ഒരു പ്രശ്നമാണിത്. എല്ലാവരും ചോദിക്കുന്നത് ഈ വീടിന് സ്ക്വയർ ഫീറ്റിന് എത്രയാകും എന്ന് തന്നെയാണ്. അത് ഒരു ഏകദേശ കണക്ക് മാത്രമാണ്. അതല്ലാതെ ഈ വീടിന് ഇത്ര പണമാകും, ഈ സ്ക്വയർ ഫീറ്റിന് ഈ വീടിന് ഇത്ര പൈസയാകുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ടുള്ള ഒരു റേറ്റ് അല്ല അത്. ഈ വീടിന് സ്ക്വയർ ഫീറ്റിന് ഇത്രയാകുമെന്ന് ഒരു ഏകദേശ കണക്ക് പറയുന്നതാണ്. അതിൽ കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാകും. കുറച്ചെങ്കിലും ഈ കണക്കുകൾ റെഡിയാകുന്നത് സ്ട്രക്ചറൽ വർക്ക് നടക്കുന്ന സമയത്ത്, ഇതിൻ്റെ സിവിൽ വർക്ക് സ്ട്രക്ചറും പ്ലാസ്റ്ററിങ്ങും ചെയ്യുന്ന സമയത്തുള്ള ഒരു കണക്കുകളാണ്. കാരണം നമ്മൾ 800 രൂപ, 900 രൂപയോ 1000 രൂപയോ ഒക്കെ സ്ക്വയർ ഫീറ്റിന് ആകുമെന്ന് നമ്മൾ പറഞ്ഞിട്ട്
കുറച്ചുകൂടി കൂടുതൽ പണമെല്ലാം ചെലവഴിച്ചുകൊണ്ട് ചിലപ്പോൾ അതിൻ്റെ സ്ട്രക്ചറൽ വർക്കും പ്ലാസ്റ്ററിങ്ങും ചിലപ്പോൾ കഴിഞ്ഞേക്കാം. എന്നാൽ അങ്ങനെയല്ല, അതിന് ശേഷം വരുന്ന ഫിനിഷിംഗ് വർക്ക് തീർച്ചയായും നിങ്ങളുടെ ബഡ്ജറ്റ് പൊട്ടിക്കും. കാരണം സിവിൽ വർക്ക് കഴിഞ്ഞതിന് ശേഷം അതിന് എന്തൊക്കെ മെറ്റീരിയലുകൾ, ഏതൊക്കെ വിലയുടെ മെറ്റീരിയൽ ഉപയോഗിക്കുന്നു എന്നതനുസരിച്ചിട്ട് അതിൻ്റെ റേറ്റ് മൊത്തം വ്യത്യാസം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഒരിക്കലും നമുക്ക് എന്താണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നറിയാതെ നമ്മളൊരു സ്ക്വയർ ഫീറ്റ് റേറ്റിന് ഈ വീട് തീരും എന്ന് ആരും വിചാരിക്കരുത്. അങ്ങനെ ഒരു പ്ലാനിങ്ങോട് കൂടി മുന്നോട്ട് പോകരുത്. ആ വീടിൻ്റെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് ഡിസൈനറോടും കൂടി അക്കാര്യങ്ങളെല്ലാം തീരുമാനിച്ചിട്ട് എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ കൺസ്ട്രക്ഷനുമായിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്യാൻ പറ്റും. അതല്ലാതെ ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റ് ആദ്യമേ കണ്ടുവച്ചിട്ട് അതിനേക്കാൾ കൂടുതൽ റേറ്റ് വരുന്ന സമയം കൂടുതൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം വരുത്തി വെക്കുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകരുത് എന്നുകൂടിയാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.